ഹായ് മക്കളെ, ഇനി നമുക്കെല്ലാം കണ്ടും അറിഞ്ഞും പഠിക്കാം. നമ്മുടെ ബ്രെയിൻ എക്സ്പോ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th കെമിസ്ട്രിയിലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ്, അഥവാ വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താണ് മക്കളെ വൈദ്യുത ലേപനം? നമുക്ക് ഏതെങ്കിലും ഒരു ലോഹം, ഏതെങ്കിലും ഒരു മെറ്റലിന്റെ പുറത്ത് മറ്റൊരു മെറ്റലിന്റെ കോട്ടിംഗ് കവറിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഏത് മെക്കാനിസം അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോലൈസിസ് അല്ലെങ്കിൽ നമ്മുടെ വൈദ്യുത വിശ്ലേഷണം ഉപയോഗിച്ച്, അല്ലെ? സിമ്പിൾ ആണ്, നമുക്കറിയാം. നമ്മുടെ കയ്യിൽ നമ്മൾ എടുക്കുന്ന ഒരാൾ ആനോഡ് ആയിട്ട് എടുക്കുന്നു, ഒരാൾ കാഥോഡ് ആയിട്ട് എടുക്കുന്നു. ആനോഡ് ഏതാണോ അയാളുടെ തന്നെ സൊല്യൂഷൻ ലായനി നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നു, അല്ലെ? അപ്പൊ സാർ ഇവിടെ എടുത്തിട്ടുള്ളത് കോപ്പർ ആണ്. കോപ്പറിനെ ഞാൻ ബാറ്ററിന്റെ പോസിറ്റീവിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് കണക്ഷൻ കാണിക്കാതിരുന്നത്, അത് കുറെ സമയം ഇരുന്നിട്ടാണ് നമ്മൾ അതിൽ ചുറ്റി പിടിപ്പിച്ചത് കേട്ടോ. അതുകൊണ്ട് കണക്ഷൻ കാണിക്കാതിരുന്നത്. അപ്പൊ കോപ്പറിനെ ഞാൻ ആനോഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഇരുമ്പാണി എടുത്തിട്ടുണ്ട്. ഇതേ കളറുള്ള ഒരു ഇരുമ്പാണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കാണിക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഒരു ഇരുമ്പാണി നമ്മുടെ ബാറ്ററിന്റെ നെഗറ്റീവില് കാഥോഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ആരുടെ കോട്ടിംഗ് ആണോ ഉണ്ടാക്കേണ്ടത് അയാൾ ആനോഡാണ്, അയാൾ ബാറ്ററിയുടെ പോസിറ്റീവിലാണ്. എന്തിന്റെ പുറത്താണോ കോട്ടിംഗ് ഉണ്ടാക്കേണ്ടത് അയാൾ നമ്മുടെ കാഥോഡാണ്, അയാളുടെ ബാറ്ററിയുടെ നെഗറ്റീവിലാണ്. ആൻഡ് നമുക്ക് ഇവിടെ എന്ത് വേണം? നമ്മുടെ ആനോഡിന്റെ സൊല്യൂഷൻ, അല്ലെ? ലവണ ലായനി അല്ലെങ്കിൽ അക്വ സൊല്യൂഷൻ വേണം. നമ്മൾ കോപ്പർ ആണ് ആനോഡ് ആയിട്ട് എടുത്തത്, അതുകൊണ്ട് കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലടാ? അപ്പൊ ഇനി നമുക്ക് ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ടോ നോക്കണം. എന്നാലും ഞാൻ ഈ തള്ളി മറിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഞാനൊരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ടോ നോക്കാം. അല്ലാ പഠിച്ചോനെ, അതാ സക്സസ്ഫുള്ളി മൂഞ്ചിരിക്കുന്ന ഗൈസ്. ഇതിലൂടെ കറണ്ട് പോകുന്നില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കുക. അപ്പൊ 2 മിനിറ്റ് ഞാൻ ഇതൊന്നും കൂടെ അയച്ചു പണി എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ കുറെ അഴിച്ചുപണികൾ നടത്തിയിട്ടുണ്ട്, വീണ്ടും വന്നിട്ടുണ്ട്. തോറ്റു കൊടുക്കാൻ തയ്യാറാണെന്നുള്ള മുദ്രാവാക്യമായിട്ട് നമ്മൾ ഒന്നുകൂടെ തൊട്ട് നോക്കാനടാ. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടോ, യെസ്, നമ്മുടെ ടെസ്റ്റർ മിനുങ്ങുന്നുണ്ടടാ. ടെസ്റ്റർ മിനുങ്ങുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ സെറ്റപ്പ് സക്സസ്ഫുൾ ആണ്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റോളം എന്ത് ചെയ്യാം, കാത്തിരിക്കാം. നമ്മുടെ ആണിയുടെ കളർ മാറുന്നത് നമുക്ക് കാണടാ. ഈ കളറുള്ള ആണിയുടെ പുറത്ത് നമ്മുടെ കോപ്പർ പറ്റിപ്പിടിച്ച് അത് കോപ്പറിന്റെ കളറായിട്ട് മാറിയിട്ടുണ്ടാവും. ആൻഡ് നമ്മുടെ വൈദ്യുത ലേപനം സക്സസ്ഫുൾ ആവും. ഒരു 5 മിനിറ്റും കൂടെ കാത്തിരുന്നു. ഇപ്പൊ കാണാം. 5 minutes later. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് നോക്കാം. നമ്മുടെ ആണി ഞാന് ഇതിന്ന് അഴിച്ചെടുക്കുകയാണ്. ഇപ്പൊ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ആണിയുടെ കളർ ചേഞ്ച് കണ്ടടാ. ആണിയിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോ. ഇവിടെ ആണിയുടെ യഥാർത്ഥ കളറും ഇതിൽ കോപ്പറിന്റെ തരികൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. പിടിച്ചതും കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ അതൊരു വൈറ്റ് പേപ്പറിൽ നമുക്കൊന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും. കണ്ടടാ, ഇത്രയും കോപ്പർ ഇതിൽ എന്ത് ചെയ്തു, പറ്റിപ്പിടിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പൊ നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്ത് കൂടിക്കോ. ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമ്മുടെ ബ്രെയിൻ ടീം മൊത്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഫോളോ, സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് അവർ ഇൻസ്റ്റഗ്രാം പേജ്. താങ്ക് യു.